ഹലോ, വെൽക്കം ബാക്ക്. നമസ്കാരം. അപ്പോൾ കുട്ടികളുടെ ഇടയിലുള്ള കുറ്റകൃത്യങ്ങൾ ദൈനംദിനം ഓരോ ദിവസവും നമ്മൾ അധികരിച്ചു വരികയാണ്. ഓരോ ദിവസവും എന്ന് പറയുമ്പോൾ നമ്മൾ ദിവസം നേരം വെളുത്താൽ വാർത്ത കാണുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം, കുട്ടികളുടെ ഇടയിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ പല ആളുകളും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നിയമത്തിന് ഭയമില്ലാത്തത് കൊണ്ടാണ് കുട്ടികൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. മുതിർന്നവരാണെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള കാരണം അതൊക്കെയാണ് എന്നുള്ളതാണ്. ശരിക്കും കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെയൊക്കെ നിയമങ്ങളുണ്ട്. ശരിക്കും ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം കുട്ടികൾക്കെതിരെ കേസെടുക്കാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട് പല ആളുകൾ പല രീതിയിലാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് മാക്സിമം കിട്ടാൻ പോകുന്നത് എന്താണ്, 18 വയസ്സ് വരെ കുറ്റകൃത്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കെതിരെ പ്രത്യേകിച്ച് കേസുകൾ കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ശരിക്കും 16 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അഡൽട്ടിന് എന്തൊക്കെയുള്ള നിയമങ്ങൾ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ ശിക്ഷ കിട്ടുന്നുണ്ടോ അതുപോലുള്ള ശിക്ഷകളൊക്കെ ഈ കുട്ടികൾക്കും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ എന്തോ ആവട്ടെ, അതുപോലുള്ള ഈ 16 വയസ്സിൻ്റെ 1 വയസ്സിൻ്റെ 16 വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികളൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ ഉപദേശിച്ച് നന്നാക്കി എടുക്കാൻ പറ്റുമോ, കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊണ്ടുവരാനേ പറ്റുള്ളൂ. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഇനിയെങ്കിലും ശരിക്ക് ചൈൽഡ് ലൈൻ വെൽഫെയർ ബോർഡ് എന്ന് പറഞ്ഞ സംഭവം ബോർഡ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇനിയുള്ള കാലത്തെങ്കിലും നമ്മുടെ സ്കൂളുകളിൽ 5ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ബോധവൽക്കരണങ്ങൾ കൊടുക്കണം. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും വെച്ചിട്ട് 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് ശരിക്ക് ബോധവൽക്കരണം കൊടുക്കണം. കാരണം ഇനിയെങ്കിലും ഇവരൊക്കെ ഇനി കൊടുത്തിട്ടില്ല, ഈ ചൈൽഡ് ലൈൻ പ്രവർത്തകർ വരുന്ന സമയത്ത് അവരെ കൂടെ തന്നെ 2 പോലീസുകാരെയും കൂടെ കൂട്ടുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താടിയുള്ള അപ്പനെ പേടിയുള്ളൂ എന്ന് പറയും. കുട്ടികൾക്ക് കുറച്ചൊക്കെ ഒരു ഭയം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം ഞാൻ കാര്യം പറയും, ഇപ്പോൾ പല രാഷ്ട്രീയ മതസംഘടനകളല്ല, രാഷ്ട്രീയ സംഘടനകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഓട്ട മത്സരങ്ങളും അതുപോലെ തന്നെ ഫുട്ബോൾ മത്സരങ്ങളും ഇതുപോലെ പല മത്സരങ്ങളും വെക്കുന്നുണ്ട്, ഇതിൻ്റെ ബോധവൽക്കരണമൊക്കെ പറഞ്ഞിട്ട്. അതിനൊന്നും എനിക്ക് തോന്നുന്നില്ല അതിലൊന്നും കാര്യമുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ശരിക്കും വിദേശ രാജ്യങ്ങളെ പോലെ തന്നെ കുട്ടികൾക്ക് പേടി വേണമെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ചൈൽഡ് ലൈൻ പ്രവർത്തകരെ കൂടെ തന്നെ 2 പോലീസുകാരെ വിട്ടുകൊണ്ട് കേരളത്തിലുള്ള മുഴുവൻ സ്കൂളുകളിലും 5ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ശരിക്ക് കൗൺസിലിംഗ് കൊടുത്തേ പറ്റൂ. പ്രത്യേകിച്ച് ഓരോ ക്ലാസ്സിന് ഘട്ടമായിട്ട് ഓരോ രീതിയിൽ കൊടുക്കണം. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കൊടുക്കുന്ന രീതിയിലായിരിക്കില്ല 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ +1 +2 പോവുക. ഓരോ കുട്ടികൾക്കും, ആൺകുട്ടികൾക്കാണെങ്കിൽ വേറെ, പെൺകുട്ടികൾക്കാണെങ്കിൽ വേറെ, അത് വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ അതായത് ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ അറിയാൻ പറ്റും എങ്ങനെ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതേ രീതിയിലൊക്കെ ഈ കൗൺസിലിംഗ് ഇപ്പോഴും ഞാൻ ശ്രദ്ധിക്കുകയാണ്, നമ്മുടെ നാട്ടിലുള്ള മീഡിയകളൊന്നും ഇപ്പോഴും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, പല കുറ്റകൃത്യങ്ങളും നടക്കുന്നുണ്ട്, ഇതിനൊന്നും അവർ വാർത്തകളായിട്ട് വിടുന്നുണ്ട്. പക്ഷേ ഇതിന് എന്താണ് ഒരു പരിഹാരം എന്നുള്ളത്, ഈ കുട്ടികൾ ഇതുപോലെ കുറ്റകൃത്യങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താണ് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ആരും ഒരു വാർത്തയോ പറയാനോ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കാനോ ആരും നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി എന്നാണ് ഈ ബോധവൽക്കരണത്തിനൊക്കെ ഇവരൊക്കെ കാത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും ചൈൽഡ് ലൈൻ പ്രവർത്തകരെ കൊണ്ട് പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. അവരൊക്കെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അല്ല സാധാരണ രീതിയിൽ എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അനുഭവം ഉണ്ടായത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു സഹോദര തുല്യനായ ഒരു സുഹൃത്ത് എന്നോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ +2-നാണ് പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകന് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ ആവശ്യപ്പെട്ടു. ആ സമയത്ത് അത് കൊടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു. അതിൽ ഈ കുട്ടി സ്വന്തം രക്ഷിതാവിനോട് പറയാണ്, 15 ദിവസത്തിനുള്ളിൽ എനിക്കത് സാധിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി ഞാൻ കത്തിക്കും എന്നുള്ള ആ ഒരു ധ്വനി. അപ്പോൾ ഈ രക്ഷിതാവിനോട് പറയാണ്, അവനെ പിടിച്ച് കുറെ തച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, ആ തല്ല് കൊള്ളുക എന്നല്ലാതെ വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതിന് പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് ബോധവൽക്കരണം കൊടുക്കുക, ശരിക്ക് കൗൺസിലിംഗ് കൊടുത്തേ പറ്റൂ. ഇനി ആരെ കാണാനാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്ക് ഓരോ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് 10 മാസം ഗർഭം ചുമന്ന സ്വന്തം ഉമ്മാനെ വരെ അതിക്രൂരമായി നിഷ്ഠുരമായി കൊലപ്പെടുത്തുന്ന മക്കൾ. അവർക്ക് ചില കാര്യങ്ങൾ മക്കൾ കഞ്ചാവിന് അടിമയാവണം അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമയാകണം എന്നൊന്നുമില്ല. ഒരു ഡ്രഗ്സും ഉപയോഗിക്കാത്ത മക്കൾ വരെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിതിലേക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു സാഹചര്യം എന്താണ് ഉണ്ടായത്? ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ശരിക്കും പഠനം നടത്തിയിട്ട് അവർക്ക് വേണ്ട രീതിയിൽ കൗൺസിലിംഗ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ
പ്രത്യേകിച്ച് പോലീസുകാരതിൻ്റെ കൂടെ തന്നെ കൂടണം. എൻ്റെ ഒരു അഭിപ്രായമായിട്ടത്. കാരണം പോലീസുകാരെ കണ്ടാൽ കുറച്ചെങ്കിലും പേടി മക്കൾക്ക് ഉണ്ടാവുള്ളൂ. അല്ലാതെ സാധാരണക്കാർ പോയിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പോയിട്ടോ കുറേ കൗൺസിലിംഗ്, കുറേ പ്രബോധനം നടത്തിയിട്ടോ കുറേ ഉത്ബോധനം നടത്തിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാനം ഇരിക്കുന്ന ആളുകളെ കണ്ടാൽ തന്നെ കുട്ടികൾക്ക് ഭയം ഉണ്ടാവുള്ളൂ, പേടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയ പ്രായം തൊട്ട് 5ാം ക്ലാസ് തൊട്ടിട്ട് +2 വരെയുള്ള കുട്ടികൾക്ക് ശരിക്ക് കൗൺസിലിംഗ് ഇനിയുള്ള കാലത്ത് കൊടുക്കണം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് അറിയാം ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പല മാധ്യമങ്ങളുടെ അവരുടെ മുമ്പിലുണ്ട്. ഈ ടെലിഫോണിലൂടെ തന്നെ, നമ്മുടെ ഫോണിലൂടെ തന്നെ കുട്ടികൾ പല വീഡിയോസുകളും കണ്ടിട്ടും അവർക്കറിയാം എങ്ങനെയൊക്കെയാണ് പല രീതിയിൽ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് ആളുകളെ ശരിയാക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ആളുകൾ എന്തൊക്കെ ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട് അവർക്ക് ശരിക്കും അറിയാം. പെട്ടെന്ന് ദേഷ്യം കയറുന്ന പ്രതീതിയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത്. ഒന്ന് പറഞ്ഞാൽ 2 അടിയാണ്. അല്ലാതെ ഇപ്പം നമ്മളൊക്കെ ഈ ഒരു ചെറുപ്പകാലത്തൊക്കെ നമുക്ക് ഭയങ്കര ഭയം ഉണ്ടായിരുന്നു, മുതിർന്നവരുടെ ബഹുമാനം ഉണ്ടായിരുന്നു. ഈ ഒരു കാലത്ത് അതൊന്നുമില്ല. കാരണം ആ ഒരു സാഹചര്യത്തിലേക്ക് കുട്ടികൾ എങ്ങനെ എത്തി, അതിലേക്ക് എത്താനുണ്ടായ കാരണം എങ്ങനെ, ഇനി അതിൽ നിന്ന് എങ്ങനെ റിക്കവറി ചെയ്ത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ഇതുമായൊക്കെ ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇനിയെങ്കിലും നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാനങ്ങൾ ഇരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് സ്കൂൾ അധികൃതരൊക്കെ തീർച്ചയായിട്ടും ചൈൽഡ് ലൈൻ പ്രവർത്തകർ തീർച്ചയായിട്ടും വിളിക്കണം. അവരോട് പറയാം, നിങ്ങൾ വരിക, തീർച്ചയായിട്ടും ഒരാഴ്ചയിൽ 1 മണിക്കൂർ ഒരു ക്ലാസ്സിന് വേണ്ടി മാറ്റി വെച്ചേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ദൈനംദിനം നമ്മളിത് കേട്ടുകൊണ്ടേയിരിക്കും. ഈ അടുത്ത ദിവസങ്ങൾ, ഇന്നലെ മിനിഞ്ഞാൽ, ഓരോ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും എന്നുള്ളത് തന്നെ, പരിഹാരം ഉണ്ടാവണം. നിയമത്തിന്റെ അപര്യാപ്തതയാണ് അങ്ങനെ എങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ പറയാൻ പറ്റില്ല. കാരണം നിയമമൊക്കെ കറക്റ്റ് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുകൾ പറയുന്നത്, പല അഭിപ്രായങ്ങളും പറയുന്നത് അങ്ങനെയാണ്, ഗൾഫത്തെ നിയമങ്ങൾ വരണം, അതൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കില്ല. എന്താണെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഉപദേശിച്ചിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉപദേശിക്കുമ്പോൾ അതിനൊരു ഫലം ഉണ്ടാവുള്ളൂ. മാതാപിതാക്കൾ ഉപദേശിച്ചാലും ഇങ്ങനെ കേട്ടതിലൂടെ കൂടി ചില കുട്ടികളുണ്ട്. പിന്നെ ചെറിയ പ്രായം തൊട്ട് തന്നെ നമ്മളെ മക്കളെ നമ്മളൊരു അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരണം. അവർക്ക് എന്തിനുമുള്ളൊരു സാധനം കൊടുക്കാൻ പാടില്ല. എന്തും അവർ പറയുന്നത് നമ്മളാണ് അംഗീകരിച്ചു കൊടുക്കാനൊന്നും പറ്റൂല. ഓരോ ഏജിനനുസരിച്ചിട്ടുള്ള കൗൺസിലിംഗ് വ്യക്തമായിട്ട് കൊടുക്കണം. പ്രത്യേകിച്ച് മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. ഓരോ ഏജിലും ഒരു ആൺകുട്ടി നമുക്കുണ്ടെങ്കിൽ ആ ആൺകുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മൾ മാറണം. പിതാവ് മാറണം ഒരു ഏജ് തൊട്ടിട്ട്. അതുപോലെ തന്നെയാണ് ഒരു മാതാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മാതാവിന് പെൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ആ മാതാവ് മാറണം. അവർക്ക് എന്ത് പറയാനും എന്ത് സംസാരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടണം. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിധി വരെ പരിഹാരം കാണാൻ പറ്റുന്നുള്ളതാണ്. ഇപ്പം ഈ ക്രൈമുകൾ ചെയ്യുന്ന, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന മക്കളോട് ചോദിക്കും, നിങ്ങളുടെ അവരുടെ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ നോക്കൊണ്ടു. ഒരുവിധ ആളുകൾക്കൊക്കെ അവരുടെ ഫാമിലിയിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ തരണം ചെയ്ത ഈ മക്കൾ ഇതൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മക്കൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള ടെൻഡൻസി വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും എല്ലാം നല്ലതിനാവട്ടെ. എന്തായാലും അത് അധികാരികളൊക്കെ ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് ഇതുപോലുള്ള ചൈൽഡ് ലൈൻ പ്രവർത്തകരെ മാക്സിമം അവരെ വെച്ചിട്ട് മാക്സിമം കുട്ടികൾ കൗൺസിലിംഗ് കൊടുത്തേ പറ്റൂ എന്നുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്തായാലും എല്ലാം നല്ലതിനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.